സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായൊരു പക്കോടയാണ്. ഈ പക്കോട ഞാൻ കോളിഫ്ലവർ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. പക്കോട മിക്ക വെജിറ്റബിൾസ് വെച്ചും തയ്യാറാക്കാറുണ്ട്. ഇത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചിയോടെയും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ കോളിഫ്ലവർ പക്കോട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം പാനിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കോളിഫ്ലവർ ചേർത്ത് ഒരു 3 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി പക്കോടയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 വെളുത്തുള്ളി നന്നായി ചതച്ചതും, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 2 പച്ചമുളകും, 1 സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കുറേശ്ശെ ചേർത്ത് മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഈ മാവ് ഒരുപാട് ലൂസാകാതെയും ഒരുപാട് തിക്കാകാതെയും വേണം തയ്യാറാക്കുക. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ചൂട് ഒരുപാട് കൂടിയാൽ ഇതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വേകാതെയിരിക്കും. അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പക്കോട പാകമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് വളരെ രുചികരമായൊരു സ്നാക്കാണ്. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.